ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയുണ്ട് നാട്ടിലത്തെ വിശേഷങ്ങൾ? മഴയൊക്കെ എങ്ങനെയുണ്ട്? ഞാനിവിടെ എക്സിറ്ററിൽ ചില സ്ഥലങ്ങളിലൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചില ദിവസങ്ങളിലൊക്കെ പുറത്ത് പോകാറുണ്ട് മക്കളുടെ സൗകര്യം അനുസരിച്ച്. ഇന്നിപ്പോൾ ഞങ്ങളൊരു സ്പെഷ്യൽ പരിപാടിക്ക് പോവാണ് കേട്ടോ. ഇതെൻ്റെ മോൻ്റെ ഫ്രണ്ടാണ്. ഇതവിടെ ചില ഫോട്ടോ സെഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്നറിയാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പുതിയ പരിപാടി നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് ഞാൻ കരുതിയേക്കാണ്. അപ്പോൾ അവരെ നമുക്ക് പരിചയപ്പെടാം. ജെൻഡർ റിവീലിംഗ് പാർട്ടി, അതാണ് ഈ പരിപാടിയുടെ പേര് കേട്ടോ. നമ്മുടെ നാട്ടിലിപ്പോൾ ആയി തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ആ പരിപാടി കാണാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുവരെ പോകാത്ത വഴികളാണ്. അപ്പോൾ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഇത് കുറച്ച് റെസിഡൻഷ്യൽ ഏരിയ ആണ്. കടകളും ഫ്ലാറ്റുകളും വില്ലകളും ഒക്കെ കാണുന്നുണ്ട്. ചർച്ച് കാണുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആ സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാർക്കിലാണ് ഈ പരിപാടി എന്നാണ് പറഞ്ഞത്. പ്രശാന്തിൻ്റെ വേറൊരു ഫ്രണ്ടായ അരുണാണ് സാരഥി. ഇതാ ഞങ്ങളവിടെ എത്താനായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ കാണുന്നത് മുഴുവൻ വില്ലകളാണ് കേട്ടോ, വീടുകളാണ്. റെസിഡൻഷ്യൽ കോംപ്ലക്സ് ആണ്. കടകളും ചർച്ചും എല്ലാം കാണുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, എല്ലാ ബിൽഡിങ്ങുകളിലേക്കും ക്രീപ്പേഴ്സ് ഇങ്ങനെ ഹൈറ്റ് വരെ പടർത്തിയേക്കാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ കാഴ്ചകൾ കാണുമോ? ഇവിടെ എന്താ വെച്ചാൽ പാമ്പില്ല, അതുകൊണ്ട് ആൾക്കാർ ധൈര്യമായിട്ട് ഇങ്ങനെ വളർത്തും ചെടികളൊക്കെ. ഇവിടെ പാമ്പിനൊന്നും കാണാൻ പറ്റില്ല, ഇഴജന്തുക്കളൊന്നുമില്ല അങ്ങനെ. അതുകൊണ്ട് ഇങ്ങനത്തെ ചെടികളും എല്ലാം എല്ലാ സ്ഥലത്തും ഇങ്ങനെ പടർന്ന് കിടക്കണ കാണാം. സ്നെയിലിനെ കാണാട്ടാ, ഒച്ച് അതിനെ കാണാറുണ്ട് നമ്മുടെ ഗാർഡനിലൊക്കെ എന്നൊക്കെ. ഞങ്ങൾ ഇതാ ഇവിടെ കാറ് പാർക്ക് ചെയ്യാൻ പോവുകയാണ്. നല്ല മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയ അല്ലേ. ഉണ്ട് ഇവിടെ എങ്ങനെയാണ് ഒരുവിധം സാമ്യമുള്ള ബിൽഡിങ്ങുകളായിരിക്കണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്നും ബിൽഡിങ് പണിയാൻ പറ്റില്ല. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള ഉള്ളിലെന്ത് ഇത് കാണിച്ചാലും പുറത്തേക്കുള്ളത് ഒരേപോലെ ആയിരിക്കണം. ഇതാ ഈ പാർക്കിലാണ് പരിപാടി. വലിയൊരു പാർക്കാണ്. നല്ല പച്ചപ്പരവതാനി. മുറ്റത്ത് എന്തൊക്കെയോ മരങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ദൂരം നടക്കാണ്ട് ഞങ്ങളവിടെ എത്തി. എല്ലാവരും കൂടി തിരക്ക് പിടിച്ച ഡെക്കറേഷനിലാണ്. ഇവരാണ് കേട്ടോ ഇന്നത്തെ കഥയിലെ നായികന്മാർ. അപ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. വളരെ ഉയരത്തിലുള്ളൊരു മതിലാണ് അതിൽ നിർണ്ണയിക്കുന്നത്. മതിൽ ചിലത് എനിക്ക് വേണം മുകൾ ഭാഗത്ത് ഓവർ ബ്രിഡ്ജാന്ന് തോന്നുന്നു. അതിൻ്റെ മുകളിൽ കൂടെ വണ്ടികൾ പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള പലരും ഉണ്ട് ഇവിടെ. എക്സിറ്റർ എന്ന സ്ഥലത്ത് ഒരു ചെറിയ ഗെറ്റ് ടുഗദർ.
ഇതൊരു ചെറിയ പാർക്കാണ്. അവിടെ അതാ ഒരു റോപ്പ് വേയിൽ ഒരു വായ്പ കുട്ടീനെ വെച്ച് പോകുന്നുണ്ട്. എൻ്റെ മകൻ്റെ ഫ്രണ്ടാണ്, ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ്. എന്താ പേര്? ചെറി. നാട്ടിലെവിടെയാ സ്ഥലം? വെള്ളപ്പടം. ഫാമിലി ഇവിടെ ഉണ്ടോ? മക്കളാരെങ്കിലും കൂടെ എവിടെയെങ്കിലും കളിക്കുന്നുണ്ടാവും? ആ, ഇളയാൾ ഇത് അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ട്. എവിൻ, ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? In which class you are studying? Year 3. Good. എന്തായാലും മലയാളം മനസ്സിലാവുന്നുണ്ട് അല്ലേ? മലയാളത്തിൽ വല്ല പാട്ടും പാടാൻ അറിയോ? അറിയില്ല? ഇല്ല. ഒരു പാട്ട് പഠിക്കണം കേട്ടോ നെക്സ്റ്റ് ടൈം. ഓക്കെ. കുട്ടികൾ ഹോപ്പ് വേയിൽ കളിക്കണ ഉത്സാഹത്തിലാണ്. പിള്ളേർക്ക് കളിക്കാം. ഒരാളെ വീഡിയോ ഓണാക്കി കേട്ടോ, ചിലപ്പോ ഏത് നിമിഷം പോട്ടാ. റിവീൽ ചെയ്യണതിന് മുമ്പേ മറ്റേ കൺമണിയുടെ കൺമണി എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങള് അനൗൺസ് ചെയ്യടി അങ്ങോട്ട്. ഞാൻ പറയത്തില്ല. ഫസ്റ്റ് നമുക്കൊരു ഗെയിമില് ഇത് ചെയ്യാം. ലൈക്ക് അതില് ബോയ് ഗേളിന്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് വോട്ട് ചെയ്യാം ഏതാണ് കൂടുതൽ എന്ന്, മീൻസ് പ്രിഫർ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ബോയ് ആണോ ഗേൾ ആണോ എന്ന് വെച്ചിട്ട്. അപ്പൊ ഇതെവിടെയുണ്ട് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ അടുത്തോട്ട് പോയി. എല്ലാവരും വോട്ട് ചെയ്തു. അതിനകത്ത് എത്ര സ്ഥലമുണ്ട് എല്ലാവരും ഓരോന്ന് മേടിച്ച് കുടിച്ചു. മക്കളെ ചെല്ലേ എല്ലാവരും ആദ്യം ചെല്ലേ. ഹായ്, ഹലോ, ഹായ്, സ്നേഹ. അപ്പോൾ ഇവരുടെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളെപ്പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ, നാടെടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ. നമസ്കാരമുണ്ട്, എൻ്റെ പേര് സരുൺ. ഞാൻ കോട്ടയത്ത് പെരുവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നു. എത്ര കാലമായി ഇവിടെ എക്സിറ്ററിൽ? എക്സിറ്ററിൽ ഞാനിപ്പോൾ ഇവിടെ UK 2 വർഷമായി. എക്സിറ്ററിൽ ഇപ്പോൾ 1 വർഷം. ഇതിനു മുമ്പ് ദുബായിലുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ കണ്ടുമുട്ടിയില്ല കേട്ടോ. ഞാൻ ദുബായ് വെച്ച് കാണാനാണ്. എൻ്റെ മകൻ പ്രശാന്തിൻ്റെ ഫ്രണ്ട്സാണ് ഇവര്. എൻ്റെ പേര് സ്നേഹ. കോട്ടയത്താണ്. സ്വന്തം വീട് കുറവല്ലെങ്കിലാണ്. അപ്പോൾ എന്താണ് ഇവിടെ ബൈ പ്രൊഫഷൻ? ഞാൻ ഷെഫാണ്. കെയർ ഹോമിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ രണ്ടുപേരും ജോലിയുണ്ട്. ഒരു കുഞ്ഞു മോളുണ്ട്. മോളങ്ങോട്ട് പോയേക്കാണ്. അവർ സെക്കൻഡ് ബേബീനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫങ്ഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവരുടെ ഭാവി ജീവിതം സുഖകരമാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ആശംസകളും നേരുന്നു മക്കളെ.
ഒരിക്കൽ കൂടെ കേട്ടോ. അതെ അമ്മയാണ് ഞങ്ങൾക്ക് അനുഗ്രഹം തന്നെ അമ്മയാണ്. താങ്ക് യു അമ്മ, താങ്ക് യു അമ്മ. കുഞ്ഞു ഇത് ആരാന്ന്? ഇതാണ് ഇവിടുത്തെ കൺമണിക്കുട്ടി. കൺമണിക്കുട്ടിയുടെ പേരെന്താ? ഒരു പാട്ട് പാടിത്തരുമോ? മൂപ്പര് കൊച്ചു കായികയാണ് കേട്ടോ. ഒരു പാട്ട് പാടിത്തരൂ, ഒരു പാട്ട് പാടിത്തരൂ. നാളെ വേണ്ട, ഒരു പാട്ട് പാടും, ഒരു പാട്ട് പാടും. 2 വരി പാടിയാ മതി. എന്ത് സ്നേഹം നല്ല ഗായകരാണ് കേട്ടോ. പൊന്നിനെ ബേബി ഗേൾ. ഞാൻ വേറെ ദിവസം ഇവരുടെ പാട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചത്. ഒരു പാട്ട് പാടി പറഞ്ഞു കൊടുക്ക്. ബേബി ബോയ് ആണോ ബേബി ഗേൾ ആണോ വേണ്ടേ? എന്താ വേണ്ടേ? കേള് മതിയോ? എന്തായാലും കുഞ്ഞാവ വരുമ്പോ മോൾക്ക് ഒരു കൂട്ടായി അല്ലേ? ആ അപ്പൊ ഇവിടെ എല്ലാവരും ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗേളാണോ ബോയ് ആണോ എന്നുള്ളത്. സരുണെ നിങ്ങൾ വോട്ട് ചെയ്യണോട്ടോ. പിന്നെ വേണ്ട അതില്ല. അറിയാലോ, അറിയില്ല. ഇല്ലേ? നിങ്ങൾക്കറിയില്ല? ഞാനും എന്താ വെച്ചാല് ആദ്യം ഒരു മോളാണല്ലേ, അപ്പൊ ഇനി ഇവർക്കൊരു മോനും കൂടി ആയിക്കോട്ടെ. ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ എത്തിയേക്കണ കൂട്ടുകാരാണ് ഇവരൊക്കെ. ഇങ്ങനെ നാട്ടിന് പുറത്ത് പോയിട്ട് ഇങ്ങനെ ഒരു കെട്ടുകതൊക്കെ കിട്ടുമ്പോൾ എല്ലാവർക്കും സന്തോഷമല്ലേ. പ്രത്യേകിച്ച് ഇവിടെ മലയാളികളൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവർക്കും സന്തോഷമല്ലേ. അപ്പോൾ എന്താ ഒന്ന് പരിചയപ്പെടാം. എന്താ? എൻ്റെ പേര് സൂരജ്. സൂരജ്. എവിടെയാണ് സ്ഥലം? എറണാകുളത്ത് എവിടെയാ? തൃപ്പൂണിത്തുറ. ചിലരൊക്കെ ഇവിടുന്ന് ഓടിപ്പോയി. എന്തിനാ ഓടിപ്പോണേ? അരുൺ പറയൂ. ഞാൻ കോട്ടയം മണിമല. ആ മണിമലയാറിൻ തീരത്ത് അന്ന് നമ്മൾ പാടി പരിചയപ്പെട്ടു. അതിരപ്പള്ളി. ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അതിരപ്പള്ളിയിൽ പോണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഇതുവരെ പോയിട്ടില്ല. അതല്ലേ നമ്മുടെ അടുത്ത് തന്നെയാണ് അതിരപ്പള്ളി, പക്ഷെ പോയിട്ടില്ല. ഇവിടെ ഈ പരിപാടി നടത്തുന്ന പ്രധാന കക്ഷി ഇയാളാണ്. എന്താ ഇയാളെ പേരെന്താ? ദേവജിത്ത്. എവിടെയാ നാട്ടില്? കോട്ടയം. അധികം കോട്ടയത്തുകാരാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അങ്ങനെ എന്തായാലും കുറച്ച് മലയാളികളൊക്കെ കൂടി ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇവിടെ നിൽക്കുകയാണ് എല്ലാവരും. ഇന്നൊരു മഴ പെയ്യാൻ സാധ്യതയുണ്ട് 8 മണിയോടുകൂടി എന്നാണ് പറയണേ. അല്ലെങ്കിൽ ഇവിടെ ഇപ്പം നല്ല വെയിലായിരുന്നേനെ. നമുക്ക് പേരൻസ് ആയിട്ടുള്ള ഇവരോട് തന്നെ ചോദിക്കാം, അവരുടെ ഒപ്പീനിയൻ എന്താണെന്നും കൂടെ നമുക്ക് ചോദിക്കാം. ചേട്ടൻ്റെ എൻ്റെ സത്യം പറഞ്ഞ ഒപ്പീനിയൻ ബോയ് ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബോയ് വേണം എന്നായിരുന്നു ആഗ്രഹം. കാരണം ഒരു ഗേൾ ഉള്ളതുകൊണ്ട് ഒരു ബോയ് വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് കൺമണി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര പ്രോബ്ലം. ബോയ് വേണ്ട ഗേൾ മതി എന്ന് വന്നപ്പോൾ മനസ്സിന് ഗേൾ എന്നുള്ളതങ്ങ് ആയിപ്പോയി. പിന്നെ ഇപ്പോൾ എന്താണെങ്കിലും കുഴപ്പമില്ല, ഗേളാണെങ്കിൽ കൺമണിയുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. അതുകൊണ്ട് ഗേളാണ് സത്യം പറഞ്ഞ സന്തോഷം. എപ്പോഴും കൺമണി ഉറക്കത്തിലും എപ്പോഴും പ്രാർത്ഥിക്കണതും എല്ലാം ഗേള് വേണം എന്നാണ്. ഇതിപ്പോ ഗേളാണെങ്കിൽ കൺമണിയുടെ ഒറ്റ പ്രാർത്ഥന കൊണ്ടായി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എവറി ഡേ പ്രേയിങ് ഐ നീഡ് ഗേൾ. ദാറ്റ്സ് വൈ. ബോയ് ആണെങ്കിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിനായിട്ട് വീട്ടുകാരുടെ അങ്ങനെയുണ്ട്. വീട്ടിലെല്ലാവരും കാരണം വീട്ടുകാരനെയാണ് എന്താന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും, അതായത് ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും ഒരു ബോയ് ഗേൾ അങ്ങനെ വന്നേക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ബോയ് വേണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കൺമണിയുടെ ആഗ്രഹം ഗേൾ ആയതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഗേളാണ് ആഗ്രഹിക്കുന്നത്. കൺമണി എന്നോടും പറഞ്ഞതാ ഗേള് മതി.
ഓക്കെ അല്ലേ ഫസ്റ്റ് റിവീവൽ ആണോ നിങ്ങൾ എന്താണ് ചൂസ് അത് മതിയോ? ഇതിന്റെ ബോളാ അടിപൊളി. അയ്യോ ഈ ബോള് ചെറിയ ചെറിയണ്ട, ജസ്റ്റ് തട്ടിപ്പൊട്ടി. തട്ടിപ്പൊട്ടും. ഇതുപോലത്തെ ഒരു ഫംഗ്ഷൻ ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ. വളരെ ആകാംക്ഷയോട് കൂടിയിട്ട്. വേറെ അതടുത്തത് അല്ലേ? ആളെന്നോടെ ഇതെങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊട്ടിയാൽ മതിയോ? കേക്കിൽ വീഴൂ. ജസ്റ്റ് മുന്നോട്ടേക്ക് ഇട്ടാ മതി. ചേട്ടന്റെ ഫോട്ടോ ഇങ്ങനെ ഇങ്ങോട്ട് പറയല്ലേ? ആരെങ്കിലും മേത്ത് വീണ് കഴിഞ്ഞാൽ എല്ലാ ക്യാമറകളും ഓണല്ലേ? വേണമെങ്കിൽ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാം. കണ്ടാ? Baby girl or boy? 3, 2, 1, yeah! രണ്ടു പേരും വിടലാണ് ഇതാണ് അതിൽ തട്ടിയത് ഭാഗ്യം. പിങ്കും ഉണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പൊ ഇപ്പോഴും ആയിട്ടില്ല. പൊടിച്ചു പോലെ ഇതിപ്പോ കൺമണിയുടെ കളറായി പോയി. കൺമണി അതേപോലത്തെ കളറാണ് കണ്ടോ, ബ്ലൂ ആൻഡ് പിങ്ക്. Hey, I have blue and pink. I have blue and pink in my shoes. Laura? കല്ലുണ്ടോ പരി? നീ കൺമണി ഒരു പാട്ട് പാടും അല്ലേ? എന്നാ അല്ല കൺമണിനെ കൊണ്ട് പഠിക്കാം. കൺമണിനെ കൊണ്ട് പഠിക്കാം. വെത്തേക്ക് ധരിക്കോ? അവിടെ വെച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ രണ്ടും കൂടെ കൂട്ടി കൂട്ടി നിൽക്കാം. അല്ല അങ്ങനെ നോക്കട്ടെ. എങ്ങനെ നിൽക്കുന്നു? അവിടെ കൂടെ പൊട്ടിക്കാൻ വെയിറ്റ് മുന്നേ അത് പറയുന്നുണ്ടോ? അപ്പൊ ഗായ്സ് പൊട്ടിക്കാൻ പോവാണ്. അല്ലേ നീ വന്നിട്ടാ പൊട്ടിക്കൊണ്ട് മേടിക്കണ്ട. ചേട്ടാ റീൽ ചെയ്യാൻ പോവാ. ഓക്കെ, അപ്പൊ നമ്മൾ 10 തൊട്ട് കൗണ്ട് ഡൗൺ ചെയ്യാം. കൺമണിക്ക് ഹാപ്പിയാണോന്ന് അറിഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഇവിടെ ഓടി ഇങ്ങോട്ടോ അല്ല രണ്ടങ്ങോട്ട് സ്നേഹം അങ്ങിടും അവനും കിട്ടും. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടേ എല്ലാവർക്കും ഒരുമിച്ച് കൗണ്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. കണ്ട കൺമണിയുടെ ആഗ്രഹം നടന്നു. Allora,
ഇങ്ങനെ പറഞ്ഞോളൂ വന്ന്. മക്കളെ ഓടി വാ. ഇതാരാ? പോവാണ് മുതലാളി കേക്ക് അടിച്ചോട്ടെ. കൺമണിക്ക് ഹാപ്പി അല്ലേ? കൺമണി ഹാപ്പി. കൺമണി എനിക്കത് പ്രാർത്ഥിക്കാൻ തരണം കേട്ടോ. പ്രാർത്ഥനാ സഹായം മറ്റേ ആ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരേ സമയം. ഓ കല്യാണത്തിന് വെക്കാൻ പറ്റില്ലല്ലോ. ആ വിളിക്കണേ. അതെ ആരും കൊടുക്കാല്ലേ അയ്യോ എന്റെ കൊച്ചിന് കൊടുത്തില്ല. എടുക്കട്ടെ പണ്ട് എനിക്ക് പൊന്നെ തരാം. അമ്മ തരും. അയ്യോ അമ്മ കൊടുത്തായിരുന്നല്ലേ. ചെറുതായി മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുത്ത കാറ്റുണ്ട്. നിങ്ങളുടെ ലവ് സീനൊന്ന് പാർത്തിട്ടുണ്ട് കേട്ടോ. ആ ബിഗ് സിസ്റ്ററിനെ കൊണ്ടുപോകല്ലേ, അവരുടെ ആവശ്യമുണ്ട്. ചേട്ടാ, ആ ബിഗ് സിസ്റ്ററിനെ കൊണ്ടുപോകും. ആ വള്ളിക്കട്ടം കിട്ടിയോ? ഇത് റോസാണ്, പക്ഷെ അല്ല ഇതിൻ്റെ അല്ല നോക്ക്. പറഞ്ഞ ഇതെല്ലാം മുള്ളുണ്ട് കേട്ടോ. റോസ് പൂ തന്നെയാണ്, പക്ഷേ ഇലയൊക്കെ വളരെ സോഫ്റ്റാണ്. നമ്മുടെ നാട്ടിലത്തെ റോസ് പൂവിൻ്റെ ഇല പോലെ ഒന്നല്ല. മുള്ളുണ്ട്, മുള്ളുണ്ട് തോന്നുന്നു. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്.
മഴ ഒരുവിധം ചാടി തുടങ്ങി കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതാ മഴ പെയ്തു തുടങ്ങി. അപ്പോൾ കുറേ പേര് മരത്തിൻ്റെ അടിയിൽ പഠിക്കുന്നുണ്ട്. ഭക്ഷണം കഴിഞ്ഞിട്ട് വരികയാണ്. ഇന്നത്തെ കാഴ്ചകളും ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ കുടുംബത്തിൻ്റെ ആയുരാരോഗ്യത്തിനായിട്ട് സന്തോഷത്തിനായിട്ട് പ്രാർത്ഥിക്കുക. മരത്തണലിൽ നാട്ടിലെത്തുമ്പോൾ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ എല്ലാവരും ഒത്തുചേരുമ്പോൾ അവരുടെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ ആ സന്തോഷത്തിൽ ഭാഗവാക്കാവാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷം. ഈ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്കും സന്തോഷം ഇല്ലേ മനസ്സിലെ? അപ്പോൾ സന്തോഷം വന്നാൽ എന്താ ചെയ്യേണ്ടത്? അത് ഷെയർ ചെയ്യുക അല്ലേ? സന്തോഷം ഷെയർ ചെയ്യുക. അപ്പോൾ ലൈക്കും കമൻറ്റൊക്കെ തരിക. ആയുരാരോഗ്യത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ചില വീഡിയോകളും കാര്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തുന്നതാണ്. അതുവരെ എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സസ്നേഹം വിട പറയുന്നു. നിങ്ങളുടെ അമ്മു എം കോങ്ങാട്ട്.